ആദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും സൂക്ഷ്മതയോടെ ഗൗരവത്തോടെ കാണണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്. കരുതലാണ് കൗമാരം, കാരുണ്യവും എന്ന വിഷയത്തെക്കുറിച്ചാണ് അല്പസമയം പഠിക്കാനും പരിചയപ്പെടാനും ഈ സന്ദർഭം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. ആ ഒരു വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുൻപ് ഒരുപക്ഷെ നമ്മളുടെ പലരുടെയും നാട്ടിലോ കൂട്ടുകാരിലോ ഉണ്ടായേക്കാവുന്ന ഒരു ചരിത്രം എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരനുഭവം നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. 1-2 വർഷങ്ങൾക്ക് മുൻപ് ഒരു പ്രഭാഷണവുമായി ബന്ധപ്പെട്ട് ഒരു മഹല്ലിലെത്തുകയും നല്ല മക്കൾ, നല്ല കുടുംബം എന്ന വിഷയത്തെപ്പറ്റി സംസാരിക്കുകയും ചെയ്തു. ആ പ്രസംഗം കഴിഞ്ഞ് പള്ളിയുടെ പുറത്തേക്കിറങ്ങിയ സന്ദർഭത്തിൽ ഒരു പിതാവ് സന്തോഷത്തോടെ കാത്തിരിക്കുകയാണ് ചില കാര്യങ്ങൾ പറയാൻ. കണ്ട ഉടനെ 2 കൈകളും കൂട്ടിപ്പിടിച്ച് അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി പറഞ്ഞു, നിങ്ങൾ നല്ല മക്കളെ പറ്റി പറയുമ്പോൾ എനിക്കെൻ്റെ മോനെ ഓർമ്മ വന്ന്. എൻ്റെ മകനെ ഞാൻ ഹാഫിലാക്കാൻ വേണ്ടി പറഞ്ഞയച്ചു, ഹാഫിലായി. നാട്ടിലുള്ള നല്ല നല്ല കാര്യങ്ങളിലൊക്കെ ഞാൻ അവനെ പങ്കെടുപ്പിച്ചു. ഇപ്പോ എൻ്റെ മകനെ പറ്റി എനിക്ക് അഭിമാനമുണ്ട്. എൻ്റെ മകനെ പറ്റി ചിന്തിക്കുമ്പോൾ ഞാനൊരു നല്ല വാപ്പയാണ്, നല്ല മകന്റെ വാപ്പയാണ് എന്ന സന്തോഷമുണ്ട് എന്നൊക്കെ പറയുകയും അദ്ദേഹത്തിൻ്റെ മകനെ അടുത്തേക്ക് വിളിച്ച് എൻ്റെ കൺമുൻപിൽ വെച്ച് അദ്ദേഹം ആ മകന് ചുംബനം കൊടുക്കുകയും ചെയ്തു. അൽഹംദുലില്ലാഹ്, സന്തോഷത്തോടുകൂടി അവിടെ നിന്ന് പിരിഞ്ഞു. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിന്റെ ആദ്യത്തിൽ വീണ്ടും ആ മഹല്ലിലെ ഒരു മദ്രസയിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി ചെന്നു. അന്ന് പ്രസംഗം അവസാനിക്കുന്നത് വരെ ആ വാപ്പ മുൻഭാഗത്തിരിക്കുന്നുണ്ട്. പ്രസംഗം തീർന്ന ഉടനെ ഒന്ന് കാണാൻ പോലും നിൽക്കാതെ അദ്ദേഹം എഴുന്നേറ്റ് വെപ്രാളപ്പെട്ട് തിരിച്ചു പോകുകയും ചെയ്തു. അതിനുശേഷം ഞാൻ അവിടെയുള്ള 1-2 ആളുകളോട് എന്താണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ആ മകനെ കൊണ്ട് ആ വാപ്പ ഇന്ന് സങ്കടപ്പെടുകയാണ്. ആദ്യത്തെ കാലഘട്ടത്തിലുള്ള അവന്റെ അവസ്ഥയൊക്കെ മാറി. 10ാം ക്ലാസ് വരെ 12ാം ക്ലാസ് വരെ വാപ്പാന്റെ നല്ല മകനായി നാട്ടിൽ അറിയപ്പെട്ടിരുന്ന ആ കുട്ടി ഇന്നേതോ പുതിയ സ്ഥാപനത്തിൽ കയറിയപ്പോ അന്നു മുതൽ ആ മകന്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. വാപ്പയോട് ധിക്കാരപൂർവം സംസാരിക്കാനും ഉമ്മയെ തെറിവിളിക്കാനും ഇരുചക്ര വാഹനത്തിൽ പാറിപ്പറന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനുമാ ആ മകൻ ഇപ്പോ മുൻപന്തിയിൽ. രാത്രി സമയത്ത് പലപ്പോഴും അവിശുദ്ധമാക്കപ്പെട്ട കൂട്ടുകളിൽ പോലും ആ മകനെ പലരും കണ്ടു എന്ന് പറയുമ്പോ ആ പിതാവിന്റെ നെഞ്ചുപൊട്ടിയുള്ള കരച്ചിലും ഓരോ ജമാഅത്തിന് ശേഷവും പള്ളിയുടെ മുസല്ലകളിൽ ആ പിതാവ് ഒഴുക്കുന്ന കണ്ണുനീരും കാണുമ്പോ ഞങ്ങൾ പോലും പ്രാർത്ഥിച്ചു പോകാറുണ്ട്, റബ്ബേ ആ മകന് നീ തിരിച്ചൊരു വെളിവ് കൊടുക്കണേ എന്ന്. മക്കളെ, നമ്മളൊക്കെ ഒരു പ്രതീക്ഷയാ, ഒരുപാട് സ്വപ്നങ്ങളാ. ജന്മം തന്ന മാതാപിതാക്കളുടെ, ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്ന കുടുംബക്കാരുടെ,
ഇപ്പോഴും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളുടെ കരുതലുകളാണ് നിങ്ങൾ ഓരോരുത്തരും. 1000 സ്വപ്നങ്ങളുടെ ആ സ്വപ്നത്തിന് വേണ്ടി പലതും മറന്നും ത്യജിച്ചും സങ്കടപ്പെട്ടും അവര് ജീവിക്കുമ്പോ ഇന്നത്തെ തലമുറകളിൽപ്പെട്ട ഒരു ന്യൂനപക്ഷം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പല കുടുംബങ്ങളിലും മക്കള് കണ്ണുനീരായി മാറുകയാണ്. മക്കളാൽ നാണം കെട്ട് ശിരസ് കുനിഞ്ഞ് സമൂഹത്തിന്റെ മുൻപിൽ അപമാനിക്കപ്പെട്ടിരിക്കുന്ന ആയിരക്കണക്കിന് രക്ഷിതാക്കൾ ഇന്ന് നമ്മളെ കൂട്ടത്തിലുണ്ട്. ജന്മം തന്ന മാതാവിനെ പെറ്റ വയറിന്റെ നോവ് പോലും അറിയാതെ കോടതി വരാന്തകളിൽ കാമുകന്മാർക്ക് വേണ്ടി മാതാവിന്റെ മുഖത്തടിച്ച സംസാരവുമായി തിരിച്ചു പോകുന്ന പെൺമക്കൾ, ആൺമക്കൾ, എന്റെ ഉമ്മയാണതെന്ന് പറയാൻ പുച്ഛം തോന്നുന്ന പെൺമക്കൾ, ആൺമക്കൾ, ചുക്കിച്ചുളിഞ്ഞ ശരീരവുമായി മകളുടെ PTA കമ്മിറ്റിക്ക് വേണ്ടി സ്കൂളിൽ വന്ന് മകളോടൊന്ന് സലാം പറഞ്ഞ് തിരിച്ചിറങ്ങി പോകുമ്പോ സലഫി പർദയുടെ മഫ്തയുടെ ഉള്ളിൽ മെലിഞ്ഞൊട്ടിയ കയ്യുമായി തിരിച്ചു നീങ്ങുന്ന മാതാവിനെ ചൂണ്ടി കൂട്ടുകാരികൾ ചോദിക്കുമ്പോ അതെന്റെ വീട്ടിലെ ഒരു പെണ്ണ്, എന്റെ കുടുംബത്തിലെ ഒരു താത്ത എന്ന് പറയുന്ന മാനസികാവസ്ഥയിലേക്ക് പല മക്കളും മാറിക്കൊണ്ടിരിക്കുന്നു. അവരുടെ വാക്കുകൾക്ക് വില നൽകപ്പെടുന്നില്ല. മക്കൾക്ക് മുൻപിൽ ഉപദേശിക്കുമ്പോ മാനം കെട്ട് നാണം കെട്ട് പല മാതാക്കളും കണ്ണുനീരോടെ അടുക്കളയിലേക്ക് തിരിച്ചു പോകുന്നു. മകന്റെ തല്ലുകെട്ടി റോഡരികിൽ വീണ് കിടക്കുന്ന മാതാക്കളെ, പിതാക്കളെ കാണുന്നു. സ്വന്തം മകനാൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയും അവസാനം എന്റെ വാപ്പയാണ് എന്ന് പരിചയപ്പെടുത്താൻ പോലും മക്കൾക്ക് മടിയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. സ്വന്തം മക്കൾക്ക് മുൻപിൽ രക്ഷിതാവാണെന്ന് പറയാൻ മക്കളെ ഓർത്ത് സാധ്യമല്ലാത്ത രീതിയിലാകുമ്പോ, മക്കളെ നമ്മൾ അറിയണം, നമുക്കൊരു കാലമുണ്ടായിരുന്നു, മൃഗക്കുഞ്ഞിനേക്കാളും അശക്തമായ ഒരു കാലഘട്ടം. ലോകത്തിന്ന് വരെ ജനിച്ചു വീണ ഒരു പശുക്കുട്ടിയെ തള്ളപ്പശു മാറോടടുപ്പിച്ചിട്ടില്ല. ലോകത്തിന്ന് വരെ ലോകത്തേക്ക് ജനിക്കപ്പെട്ട ഒരു മൃഗത്തിന്റെയും മക്കളെ അമ്മിഞ്ഞപ്പാൽ ഊട്ടാൻ വേണ്ടി കയ്യിലെടുത്ത് നടക്കേണ്ടി വന്നിട്ടില്ല. ലോകത്തിന്ന് വരെ ഒരു കോഴിക്കും തന്റെ കോഴിക്കുഞ്ഞിനെ നടക്കാൻ പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ നമുക്കൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, മൃഗക്കുഞ്ഞിനേക്കാളും അശക്തമായ ഒരു കാലഘട്ടം. എഴുന്നേൽക്കാനാവാതെ, നടക്കാനാവാതെ, വിശക്കുമ്പോൾ കരയാൻ മാത്രം അറിയുന്ന ഒരു കാലഘട്ടം. പാറിപ്പറന്നു പോകുന്ന ഒരു തൂവാലയെങ്ങാനും നമ്മളെ മുഖത്തേക്ക് പാറി വീണാൽ അതോടെ തീരുന്ന ശ്വാസത്തിന്റെ ഒരു കാലഘട്ടം. അന്ന് നിലത്ത് വെച്ചാൽ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാൽ പേനരിക്കും എന്നൊക്കെ പഴമക്കാർ പറയുന്നത് പോലെ നിങ്ങളെ സ്നേഹിച്ച് നിങ്ങൾക്ക് വേണ്ടി ജീവൻ മാറ്റിവെച്ചവരാ നമ്മുടെ ഓരോരുത്തരുടെയും മാതാപിതാക്കൾ. അവരനുഭവിച്ച ത്യാഗം ഓർത്തിട്ടുണ്ടോ മക്കളെപ്പോഴെങ്കിലും? തന്റെ അനിയനെ 2 മിനിറ്റ് തോളത്തേക്ക് പിടിക്കാൻ വേണ്ടി മാതാക്കൾ തരുമ്പോ 5-10 മിനിറ്റ് കൊണ്ട് നമുക്ക് മതിയാകും, കൈ കടയും. നമുക്കവന്റെ ഇളകലും അവന്റെ സങ്കടങ്ങളും മാറ്റാൻ പറ്റുന്നില്ല. 10 മണിക്ക് കിടത്തിപ്പോയ മകന് 10:10 മൂത്രമൊഴിക്കുമ്പോ ആ കുഞ്ഞന്റെ ഉടക്കാടകളൊന്ന് മാറ്റിക്കൊടുക്കുമ്പോ വീണ്ടും 10:15 മൂത്രമൊഴിക്കുമ്പോ വീണ്ടും അവന്റെ ഉടയാടകൾ മാറ്റിക്കൊടുക്കുമ്പോ അറപ്പില്ലാതെ വെറുപ്പില്ലാതെ എന്റെ പൈതൽ എന്ന പ്രാണനോടെ നമ്മളെ സ്നേഹിച്ച മാതാപിതാക്കൾ ഇപ്പോഴും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാതാപിതാക്കൾ മാത്രമാ. പ്രസംഗിക്കുന്ന ഞാനോ, കൂടെ വന്നവരോ, അടുത്തിരിക്കുന്ന കൂട്ടുകാരോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചേക്കണമെന്നില്ല. പക്ഷേ ഇപ്പോഴും പടച്ച റബ്ബേ എന്റെ മക്കൾ, നാദാ എന്റെ മക്കൾ എന്ന് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ വിശുദ്ധ ഖുർആനിലൂടെ അതുകൊണ്ടാ റബ്ബ് പഠിപ്പിച്ചതും വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹുസ്നാ. വവസ്സൈനൽ ഇൻസാന, മനുഷ്യരോട് റബ്ബ് കൽപ്പന കൊടുത്തിരിക്കുന്നു, അള്ളാഹുവിന്റെ ഓർമ്മപ്പെടുത്തലുണ്ടായിരിക്കുന്നു. ബിൽവാലിദൈഹി, നിങ്ങളുടെ മാതാപിതാക്കളോട് ഹുസ്നാ, ഏറ്റവും നല്ല സ്വഭാവത്തോടെ പെരുമാറണം. കാരണം നമ്മുടെ ഏറ്റവും നല്ല സ്വഭാവത്തിന് അർഹർ നമ്മുടെ മാതാപിതാക്കളാണ്. തൊട്ടടുത്തിരിക്കുന്ന കൂട്ടുകാരികളല്ല, നാട്ടിലുള്ള ഏതെങ്കിലും ചില കുടുംബക്കാരല്ല, മറിച്ച് നമ്മുടെ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ അവകാശികൾ നമ്മുടെ മാതാപിതാക്കളാണ്. അത്രമാത്രം ത്യാഗം ഓരോ മക്കൾക്ക് വേണ്ടിയും
മാതാപിതാക്കള് സഹിക്കുന്നുണ്ട്. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ. പ്രയാസത്തിന്മേൽ പ്രയാസം സഹിച്ച് ഓരോ മാതാക്കളും തന്റെ മക്കളെ ഗർഭം ധരിക്കുന്നു. ഒരു നിമിഷം ചിന്തിച്ച പതിമക്കളെ, വയറ് നിറഞ്ഞാൽ, വയറ് നിറയെ ഭക്ഷണം കഴിച്ചാൽ പിന്നെ ഒരടി നടക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. ആ ഉമ്മാന്റെ വയറിൽ 2.5 3 കിലോയുള്ള നമ്മളെ ഉമ്മ കൊണ്ടു നടന്നിട്ടുണ്ട്. 5 8 മാസം, 3 4 മാസം നമ്മളുടെ ഉമ്മ നമ്മളെ കൊണ്ടു നടന്നിട്ടുണ്ട്. അതിന്റെ സങ്കടം അറിഞ്ഞിട്ടുണ്ടോ?